ഈ മൊട്ടത്തിലേക്ക് കാറ്റടിച്ചുകൊണ്ട് ഞാൻ പോണ വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മുന്നേ പോയതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് അത് നിങ്ങളുമായിട്ട് പറഞ്ഞുതരല് നിർബന്ധം. ഏറ്റവും നല്ല ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോ ആയിട്ടുള്ള ചൈനയിലെ ക്യാൻറ്റം ഫെയർ കാണാൻ പോയ കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൽ വന്ന മുതൽ ഒരു ക്യാൻറ്റം ഫെയർ പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല. എല്ലാവർക്കും സംശയമാണ് ചൈനയിൽ എങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ എവിടുന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ പൈസയുണ്ട്, ബുദ്ധിയുണ്ട്, സാമർത്ഥ്യമുണ്ട്, എന്നാൽ എങ്ങനെ കച്ചവടം തുടങ്ങുന്ന അറിയാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇനി ഇതിൽ വർഷത്തിൽ 2 പ്രാവശ്യമാണ് ക്യാൻറ്റം ഫെയർ നടക്കുന്നത്. ഒരു ക്യാൻറ്റം ഫെയർ വന്നു കഴിഞ്ഞാൽ ഏതൊരാളാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു ഐഡിയ കിട്ടാറ് ഇവിടുന്ന് പോകും. ഇത് മാത്രമല്ല ഒരു ഏജന്റിനെ പോലും ഡിപ്പെൻഡ് ചെയ്യാറ്. ഡയറക്റ്റ് ഫാക്ടറി ടു ഫാക്ടറി നമുക്ക് എന്ത് ചെയ്യും, കോൺടാക്റ്റും കിട്ടും, പ്രൊഡക്റ്റ് വാങ്ങിയെടുക്കും. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഫെയർ എന്നൊക്കെ വിചാരിച്ച് സാധാരണ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയും പൊളിച്ചേരുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഐറ്റംസും ഈ ഒരു എക്സ്പോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നല്ല, ആ സംഭവങ്ങൾ നമുക്ക് ബിസിനസ് ആക്കി മാറ്റാനും. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, മെഷീനറീസ് സൈസും ആയിക്കോട്ടെ. എൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെ ഇവിടെ എത്താനല്ലേ? നാട്ടിൽ ഒരുപാട് ഏജൻസീസും ട്രാവൽസുകാരും ഇതിന്റെ പരിപാടി ഉണ്ട്. ഇതും അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് ഫ്രീ ആയിട്ട് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും കാര്യങ്ങളും ചെയ്യണം. അതല്ലാതെ ഒരു കമ്മീഷനോ കാര്യങ്ങളോ കൊടുക്കാതെ എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്യാൻറ്റം ഫെയറിൽ പങ്കെടുക്കാനുള്ളത് പറഞ്ഞുതരാം. അപ്പൊ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ, സൈ.